കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ വിശുദ്ധ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ വിശുദ്ധ പകലിൽ കർത്തൃപാദപീഠത്തിൽ ദൈവമക്കളാകുന്ന നമുക്ക് ഒരുമിച്ച് വന്നു ചേർന്ന് നമ്മുടെ കർത്താവിനെ വാഴ്ത്തുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് നമുക്ക് ഏവർക്കും തന്നിരിക്കുന്ന ഈ നല്ല സാവകാശം ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ദൈവത്താൽ കൂട്ടിവരുത്തപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് വേഗത്തിൽ കൊണ്ടുവരാം. കർത്താവ് തൻ്റെ വചനത്താൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. വായിച്ച സങ്കീർത്തന ഭാഗത്തിലെ അവസാന വാക്യം നമുക്ക് ഏവർക്കും വളരെ പരിചിതമായ വാക്യമാണ്. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. മതി, ദൈവത്തിന് സ്തോത്രം. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ തിരുവചനത്തിന് മുമ്പാകെ ആയിരിക്കാം. ഗിരിപ്രഭാഷണത്തിലോട്ട് നമ്മൾ ഇടയ്ക്ക് കയറി വരും. സ്തോത്രം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം എന്ന് പറയുന്നത്. അതാഗ്രഹിക്കാത്ത ആരും ഈ ഭൂമിയിൽ ഇല്ല. സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ജീവിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ്. സ്വസ്ഥതക്കേടുണ്ടായാൽ, സമാധാനക്കേടുണ്ടായാൽ അത് നമ്മുടെ ജീവിതത്തെ ആകമാനം തകിടം മറിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിച്ചില്ലെങ്കിലും കുടിച്ച്, സാധാരണ ആളുകൾ പറയാറുണ്ട്, കഴിച്ചില്ലെങ്കിലും കുടിച്ചില്ലെങ്കിലും സമാധാനമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇവിടെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സമാധാനം അത് ആര് തരുന്നതാണ്? ദൈവമാണ് തരുന്നത്. യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി എന്തു ചെയ്യും? അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ അവസാനിപ്പിച്ച് താൻ കാൽവറിയിലേക്ക് പോവുകയും പിന്നീട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ തൻ്റെ വിടവാങ്ങൽ സന്ദേശം കർത്താവ് ശിഷ്യന്മാരുടെ മുമ്പാകെ നടത്തുന്ന സന്ദർഭത്തിൽ കർത്താവ് പറയുന്ന ആ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാകുന്നു. സ്തോത്രം. ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കലേക്ക് എന്തു ചെയ്യും? അയക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകുന്ന കാര്യത്തെക്കുറിച്ചാണ് അത് പറയുന്നത്. രണ്ടാമത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ വേണ്ടി ആണ്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ നിങ്ങളെ വീണ്ടും വന്ന് എൻ്റെ അടുക്കൽ എന്തു ചെയ്യും? ചേർത്തുകൊള്ളും. ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെ എന്തു ചെയ്യും? ഇരുത്തും. കർത്താവ് അത് പറയുന്നുണ്ട്. മൂന്നാമത്, അതേ അധ്യായത്തിൽ തന്നെ മൂന്നാമത് കാണുന്നത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. അപ്പോൾ കർത്താവ് സ്ഥലമൊരുക്കാനായിട്ട് പോകുന്നു, കാര്യസ്ഥനെ അയക്കാനായിട്ട് പോകുന്നു. അതൊക്കെ പോകുമ്പോഴും കർത്താവ് സമാധാനം ശിഷ്യന്മാർക്ക് നൽകിയിട്ടാണ് എന്തു ചെയ്യുന്നത്? പോകുന്നത്. അപ്പോൾ കർത്താവ് ദൈവമാണ് നമുക്ക് എന്ത് നൽകുന്നത്? സമാധാനം നൽകുന്നു. ഇതേ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച തിരുവചനത്തിലേക്ക് നമുക്ക് വരാം. കഴിഞ്ഞ ആഴ്ചയിൽ റോമാലേഖനം 14-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചിന്തിച്ചു. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. ദൈവരാജ്യം അതെന്തല്ല? ഭക്ഷണമല്ല, പാനീയം അല്ല. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, തിന്നില്ലെങ്കിലും കുടിച്ചില്ലെങ്കിലും നമുക്ക് എന്തായിട്ട് ജീവിക്കണം? സമാധാനമായിട്ട് ജീവിക്കണം. അപ്പം ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ എന്ത് ചെയ്തു? ചിന്തിച്ചു അല്ലേ? നീതിയെക്കുറിച്ച് ചിന്തിച്ചു. നീതിക്ക് വിശന്ന്
ദാഹിക്കുന്നവർ ഭാഗ്യമുള്ളവർ. അത് ആ ഭാഗം പറഞ്ഞപ്പോൾ നമ്മൾ ഈ തിരുവചന ഭാഗം കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചതാണ്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് നീതിയും, രണ്ടാമത് പറയാണ് സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഒന്ന്, ദൈവമാണ് നമുക്ക് ഈ സമാധാനം നൽകുന്നത്. രണ്ട്, ദൈവരാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരനുഭവമാണ് എന്തെന്ന് പറയുന്നത് സമാധാനം എന്ന് പറയുന്നു. നീതിയുണ്ട്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമുണ്ട്. അതിനിടയ്ക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാജ്യത്തിന്റെ, ഇന്ത്യ ഭാരതത്തിന്റെ പൗരന്മാരായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഒത്തിരി റൈറ്റ്സ് ഉണ്ട്, നമുക്കൊത്തിരി അവകാശങ്ങളുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ ഒരു രാജ്യത്തിന്റെ പൗരന്മാരായി ജീവിക്കുമ്പോൾ ആ രാജ്യം പ്രദാനം ചെയ്യുന്ന ഒത്തിരി റൈറ്റ്സ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ റൈറ്റ്സ് ഒക്കെ നമുക്ക് ലഭിക്കുവാൻ നമ്മൾ അർഹതപ്പെട്ടവരാണ് എന്ന് പറഞ്ഞതുപോലെ സ്വർഗരാജ്യത്തിലെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് എന്തെന്ന് പറയുന്നത് സമാധാനം എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവരാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സമാധാനം വെറുതെ എല്ലാവർക്കും ദൈവം എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. ദൈവത്തിൻ്റെ സമാധാനം, ഇനി എല്ലാവരും പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചേ. ദൈവത്തിൻ്റെ സമാധാനം, ഈ ലൈവൊക്കെ പോകുന്നുണ്ട്, നിങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിപ്പിക്കണമെന്ന് പറയാതിരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് വെറുതെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ചുമ്മാതെ എന്നാ പിടിച്ചോ സമാധാനം എന്ന് പറഞ്ഞ് ചുമ്മാതെ ദൈവം നൽകുന്ന ഒരു കാര്യമല്ല. അത് ദൈവരാജ്യത്തിൻ്റെ ഒരു അനുഭവമാണ്. ഇപ്പോൾ കർത്താവ് പറഞ്ഞു എൻ്റെ സമാധാനം തന്നിട്ട് പോകുന്നു. നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചു, യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകുന്നു. ഇതെല്ലാം തരുന്നതൊക്കെ ദൈവമാണ്, തന്നുകൊണ്ടിരിക്കുന്നതും ദൈവമാണ്. പക്ഷേ ആ സമാധാനം വെറുതെ നമുക്ക് ആർക്കും എന്ത് ചെയ്യത്തില്ല, ലഭിക്കുക. ഈ PM ഫിലിപ്പ് പാസ്റ്ററെ കണ്ടിട്ടുള്ളവരൊന്ന് കൈവക്കിക്കേ, അല്ലേ? നമ്മുടെ പുതുതലമുറകളൊന്നും കണ്ടിട്ടുണ്ടാവത്തില്ല. ഈ PM ഫിലിപ്പ് പാസ്റ്റർ എവിടെ പ്രസംഗിക്കാൻ എഴുന്നേറ്റാലും ആദ്യമേ പറയുന്ന ഒരു വാചകമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടുള്ളവർ പറയാമോ? അത് മരണവീടായാലും കൊള്ളാം, കല്യാണം ആയാലും കൊള്ളാം, കൺവെൻഷൻ പ്രസംഗം ആയാലും കൊള്ളാം, അത് സഭായോഗത്തിന് അതാണ്. അപ്പം പരിചയമുള്ള അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം, അല്ലേ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ. ആ വാക്ക് പറയുന്ന ചർച്ചക്കോടിലൊരു പാസ്റ്ററുണ്ട്, പണ്ടത്തെ ഒരു അസിസ്റ്റന്റ് ഓവർസിയർ ആയിരുന്ന PG മാത്യൂസ് പാസ്റ്റർ. അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ മരണ വീടുകളിലൊക്കെ പല സന്ദർഭങ്ങളിൽ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്, കല്യാണങ്ങൾക്ക് വരുന്നു. അപ്പോൾ എവിടെ ആയാലും അദ്ദേഹം ഈ വാചകം എന്ത് ചെയ്യും, ഒരു 2 മിനിറ്റ് ആശംസ പറയാൻ കിട്ടിയാലും അദ്ദേഹം ആദ്യമേ പറയുന്നത് ഇതാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് എന്ത് സമാധാനം. ഇത് പറയുന്നത് ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. യേശുവിൻ്റെ ജനന സമയത്ത് ഇടയന്മാർക്ക് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനായിട്ട് പറയുന്ന കാര്യത്തെക്കുറിച്ച്, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുകയും പോയി കാണാനുള്ളതായി ആ നിർദ്ദേശം നൽകുകയൊക്കെ ചെയ്യുന്ന ആ പ്രത്യേക സന്ദർഭത്തിൽ ആകാശമേഘങ്ങളിൽ ഒരു കൂട്ടം ദൈവത്തിൻ്റെ ദൂതസഞ്ചയം നിന്നുകൊണ്ട് അവർ ദൈവത്തെ എന്ത് ചെയ്യുകയാണ്, മഹത്വപ്പെടുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 13-14 വാക്യങ്ങളിലാണത്, അല്ലേ? ആ ഒരു കൂട്ടം ദൈവത്തിന്റെ ദൂതന്മാരുടെ വലിയ ഒരു സൈന്യം നിന്നുകൊണ്ട് പറയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക്. അപ്പോൾ ദൈവമാണ് സമാധാനം നൽകുന്നത് എന്ന് ഈ ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിട്ട് അത് എല്ലാവർക്കും കൊടുക്കുകയല്ല, പ്രത്യുത ആർക്കാ ദൈവത്തിൻ്റെ സമാധാനം ലഭിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ആരിൽ ദൈവം പ്രസാദിക്കുമോ അവർക്കാണ് ഭൂമിയിൽ എന്ത് ലഭിക്കാൻ കഴിയുന്നത്,
എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ഞാനിങ്ങനെ അടുക്കടുക്കായിട്ട് ഇങ്ങനെ പറഞ്ഞു വരിക. അതിൻ്റെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ പോകാൻ പോകുക. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. സ്തോത്രം. അപ്പോൾ ആർക്കാ സമാധാനം ലഭിക്കുന്നത്? എല്ലാവർക്കും സമാധാനം ലഭിക്കുകയില്ല. ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്കാണ് എന്ത് ലഭിക്കുന്നത്? സമാധാനം ലഭിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഈ ദൈവപ്രസാദം, ഞാൻ മുമ്പൊരിക്കൽ ദൈവപ്രസാദം എന്നുള്ള വിഷയത്തെക്കുറിച്ച് എൻ്റെ ഒരു പ്രസംഗം ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു സഭായോഗത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുക. അന്ന് പറഞ്ഞ ആ ദൈവപ്രസാദം ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ദൈവപ്രസാദം ലഭിച്ചാലേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? സമാധാനം ലഭിക്കുകയുള്ളൂ. ആ ദൈവപ്രസാദം ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അത് ലഭിച്ചാലേ, ദൈവപ്രസാദം ലഭിച്ചാലേ എന്ത് ലഭിക്കുകയുള്ളൂ? സമാധാനം ലഭിക്കുകയുള്ളൂ. എങ്കിൽ ആ ദൈവപ്രസാദമാണ് ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യേണ്ടുന്നത്? വരേണ്ടുന്നത്. തെസ്സലോനിക്കർക്ക് എഴുതിയ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ ദയവായിട്ടൊന്ന് വായിക്കാമോ? 4:1 മുതൽ. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ. അപ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ, ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രഹിച്ചിട്ടുണ്ട്. ആ ഗ്രഹിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നടക്കണം. എങ്കിൽ മാത്രമേ ദൈവപ്രസാദം ലഭിക്കുകയുള്ളൂ. എന്നിട്ട് പറയാം, ഇനിയും അധികം ഇനിയും അങ്ങനെ നടന്നതുപോലെ, നിങ്ങൾ ഞങ്ങളോട് കേട്ടതുപോലെ അല്ലെങ്കിൽ ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടുന്നതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. വായിക്കാം അടുത്ത വാക്യം കൂടെ. ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിന്റെ ഇഷ്ടമോ? അപ്പൊ ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നുവല്ലോ? അറിയുന്നല്ലോ. ദൈവത്തിന്റെ ഇഷ്ടമോ? നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം. ദൈവപ്രസാദം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം. നിങ്ങൾ ദുർനടപ്പ് വിട്ട് ഒഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, അടുത്ത വാക്യം, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്റെ പാത്രത്തെ എന്ത് ചെയ്യട്ടെ? നേടിക്കൊള്ളട്ടെ. ഇന്ന് പകലിൽ പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, അശുദ്ധിയെ നടന്നാൽ ദൈവപ്രസാദം ലഭിക്കത്തില്ല. കാമവികാരങ്ങളിൽ നടന്നാൽ ദൈവപ്രസാദം ലഭിക്കുകയില്ല. ജഡത്തിന്റെ മോഹം അനുസരിച്ച് നടന്നാൽ ദൈവപ്രസാദം ലഭിക്കുകയില്ല. വിശുദ്ധീകരണത്തിൽ നടന്നാൽ മാത്രമേ ദൈവപ്രസാദം ലഭിക്കുകയുള്ളൂ. സ്തോത്രം. അങ്ങനെ ദൈവപ്രസാദം ലഭിക്കുന്നവർക്കാണ്, ദൈവത്തിന്റെ വചന സത്യമാണെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ, ഞങ്ങളോട് പ്രാപിച്ചതുപോലെ നിങ്ങൾ നടക്കണമെന്ന് തിരുവചനം പ്രസ്താവിക്കുമ്പോൾ, ഇന്ന് പകൽവേളയിൽ ദൈവമക്കളോട് ഞാൻ ആത്മാവിന്റെ നിയോഗത്തോടെ ഓർപ്പിക്കാം, വെറുതെ ആർക്കും സമാധാനം ലഭിക്കത്തില്ല. ദൈവപ്രസാദം ലഭിപ്പാൻ ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കുന്നവർക്ക് മാത്രമേ ദൈവപ്രസാദം ലഭിക്കുകയുള്ളൂ. കൊലോസ്യർ 1:10 നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി, കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന്. അപ്പൊ നോക്ക്, നിങ്ങൾക്ക് ദൈവത്തിന്റെ പൂർണ്ണമായ ഒരു പ്രസാദം ലഭിക്കാൻ വെറുതെ നടന്ന പുറകില്, നിങ്ങൾ ദൈവത്തിന് പൂർണ്ണമായ ഒരു പ്രസാദം ലഭിക്കാൻ എന്ത് ചെയ്യണം? കർത്താവിന് യോഗ്യമാകും വണ്ണം ദൈവത്തിന്റെ മക്കൾ നടന്നാൽ മാത്രമേ ദൈവത്തിന്റെ പ്രസാദം പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ. സ്തോത്രം ചെയ്യാമോ?
ഹല്ലേലൂയ. വെറുതെ ദൈവപ്രസാദം ലഭിക്കത്തില്ല. ദൈവത്തിന് യോഗ്യമാകമണ്ണം നടന്നാൽ മാത്രമേ ഇതെല്ലാം കണക്റ്റഡ് പ്രിയമുള്ളവരെ. ദൈവത്തിന് യോഗ്യമാകമണ്ണം നടന്നാലേ ദൈവപ്രസാദം ലഭിക്കത്തുള്ളൂ. അങ്ങനെ ദൈവപ്രസാദം പൂർണ്ണ നിലയിൽ പ്രാപിക്കുന്നവർക്ക് മാത്രമേ എന്ത് ലഭിക്കാൻ കഴിയത്തുള്ളൂ? സമാധാനം. മനസ്സിലാകുന്നുണ്ടോ? സമാധാനം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് റോമാലേഖനം 12:1 വാക്യം നമുക്ക് എല്ലാവർക്കും, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള, അപ്പോൾ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മൾ എന്ത് ചെയ്യണം? സമർപ്പിക്കണം. ദൈവം നമ്മിൽ പ്രസാദിക്കണം. ദൈവം നമ്മിൽ പ്രസാദിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ലഭിക്കത്തുള്ളൂ? സമാധാനം ലഭിക്കുകയുള്ളൂ. എനിക്കത് വിവരിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്നത്തെ സമയം അതിനെ അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക്. അപ്പോൾ ഒന്ന്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്കാണ്. അപ്പോൾ ഈ ദൈവപ്രസാദം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവൻ തന്റെ ദിവ്യ സമാധാനത്താൽ നമ്മെ നിറയ്ക്കാൻ കഴിയുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവപ്രസാദം ലഭിച്ച് ദൈവസമാധാനം ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. രണ്ട് സ്തോത്രം. യെശയ്യാ പ്രവചനം 48-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം വായിക്കാം. യെശയ്യാ പ്രവചനം 48-ന്റെ 17-ാമത്തെ വാക്യം. ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ ഇസ്രായേലിന്റെ ഹോളി വൺ ഓഫ് ഇസ്രായേലിനുള്ള വിഷയം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഓർപ്പിച്ചില്ല. അന്നേരം നമ്മൾ ഈ വാക്യം വായിച്ചതാണ്. ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. നിർത്തണേ, അടുത്ത വാക്യം നമുക്ക് പ്രധാനം. സ്തോത്രം. എന്നാൽ ഈ വാക്യത്തിൽ ഒന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിലേക്ക് വരാം. സ്തോത്രം. നോക്ക്, ഇവിടെ അടുത്ത വാക്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് വായിച്ചിട്ട് ഞാൻ പറയാം. അയ്യോ, നീ എന്റെ കൽപ്പനകളെ കേട്ട് അനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദിപോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും എന്ത് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ സമാധാനം നദി പോലെ ഒഴുകുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. സമാധാനം എങ്ങനെ ഒഴുകുന്ന നദി പോലെ ഒഴുകി വീഴുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് പറയുന്ന വാചകം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ദൈവം അവർക്ക് ആരാണെന്ന് ആദ്യമേ പറയുക അല്ലെ. 17-ാമത്തെ വാക്യത്തിൽ പറയാണ് ദൈവം അവർക്ക് ആരാണ്. ദൈവം അവർക്ക് വീണ്ടെടുപ്പുകാരനാണ്. ആരാണ്? വീണ്ടെടുപ്പുകാരൻ. വീണ്ടെടുപ്പുകാരൻ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടത് സകലതും വീണ്ടെടുത്ത് കൊടുത്ത ഒരുവനാണ് അവരുടെ ദൈവം എന്ന് പറയും. ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് ഇന്ന് പകൽ വേളയിൽ തിരുവനന്തപുരത്ത് നമ്മൾ വായിക്കുന്നല്ലോ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ വീണ്ടെടുക്കുന്ന മറ്റൊരു പ്രയോഗമാണ്. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. നഷ്ടപ്പെട്ടത് മുഴുവനും ഇസ്രായേൽ ജനതയ്ക്ക് വീണ്ടെടുത്ത് കൊടുത്ത ഒരു ദൈവമാണ് ആ ദൈവമെങ്കിൽ ഇന്ന് പകൽ വേളയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടത്തിയ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് നടന്നിട്ടില്ല, അത് നടക്കും. ഹല്ലേലൂയ. എങ്കിലും നമുക്ക് ഒരു വാക്ക് പറയാൻ കഴിയും. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവമാണ്. വെറുതെ അല്ല. ഇവിടെ രാവിലെ PYP-യിൽ ആരോ പറഞ്ഞല്ലോ, നമ്മെ വീണ്ടെടുത്തത് വെള്ളി പൊന്ന് മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുയേശുവിന്റെ നിഷ്കളങ്കവും നിർദോഷവുമായ പുണ്യാക രക്തത്താൽ അവൻ നമ്മെ വീണ്ടെടുത്തു. സ്തോത്രം. ഇന്ന് പകൽ വേളയിൽ യേശുവിന്റെ രക്തത്താൽ അവൻ നമ്മെ വീണ്ടെടുത്തു. പാപത്തിന്റെ കുഴങ്ങിയ അനുഭവത്തിൽ നിന്ന്, ചേറ്റിൽ നിന്ന്, ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത അനുഭവത്തിൽ നിന്ന് എന്റെ കർത്താവ് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തു എങ്കിൽ ഇന്ന് പകൽ വേളയിൽ അവൻ നമ്മുടെ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ നമ്മെ വീണ്ടെടുത്തെങ്കിൽ ഇന്ന് പകൽ വേളയിൽ പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും വീണ്ടെടുത്ത് തരാൻ കഴിയുന്നവനായ ഒരു ശക്തനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. രണ്ടാമത് പറയുന്നത് എന്താണ് പറയുന്നത്? വീണ്ടെടുപ്പുകാരനുമായ യഹോവ ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുക. അപ്പൊ വീണ്ടെടുക്കുക മാത്രമല്ല, ശുഭകരമായ നിലയിൽ. നമ്മുടെയൊക്കെ ശ്രദ്ധിച്ച്, നമ്മുടെ എല്ലാം ജീവിതത്തിൽ എന്ത് ചെയ്യണം? ശുഭകരമായ നിലയിൽ പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. മാത്രമല്ല, നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ എന്ന് ദൈവം പറയാം. നീ പോകേണ്ടുന്ന വഴിയിൽ എങ്ങോട്ടെങ്കിലും പോകാനല്ല. ഇന്ന് പകൽ വേളയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, ഒരു ദൈവത്തിന്റെ പൈതൽ എങ്ങോട്ട് തിരിയണം, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഈ ദൈവം. ദൈവത്തിന് സ്തോത്രം. വീണ്ടെടുപ്പുകാരൻ മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ ശുഭകരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന, അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരാൻ കഴിയുന്ന ഒരു ശക്തനായ ദൈവമാണ്. നീ പോകേണ്ട വഴിയിൽ നിന്നെ നടത്താൻ കഴിയുന്ന ഒരു ദൈവമാണ്. ഏത് വഴി ഗുണമുള്ള വഴിയെന്നും, ഏത് വഴി ശുഭകരമായ വഴിയെന്നും, ഏത് വഴി നല്ല വഴിയെന്നും എനിക്കും നിങ്ങൾക്കും അറിയത്തില്ല. അതുകൊണ്ട് പണ്ട് ഭക്തന്മാർ പാടിയത്, ഏത് ഗുണമെന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ എന്ന് പാടിയതുപോലെ നമ്മുടെ ദൈവത്തിന് ഏത് വഴിയാ ഗുണമുള്ള വഴിയെന്ന് വളരെ നല്ലതുപോലെ അറിയാം. ആ വഴിയിൽ കൂടെ നിന്നെ നടത്താൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ആ ദൈവം പറയാണ്, എന്നിട്ട് ഒരു അയ്യോ എന്ന് പറയാം. അയ്യോ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നിലവിളിയാണ്, അല്ലേ? അയ്യോ, നീ എൻ്റെ കൽപ്പനകളെ. അപ്പൊ വീണ്ടെടുപ്പുകാരൻ, ശുഭകരമായി പ്രവർത്തിക്കാൻ കഴിയുന്നവൻ, പോകേണ്ടുന്ന വഴി പറഞ്ഞു തരാൻ കഴിയുന്ന ആ കർത്താവ് പറയും, അയ്യോ, നീ എൻ്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു, എന്നാൽ നിന്റെ സമാധാനം പ്രൈസലോ നദി പോലെ എന്ത് ചെയ്യുമായിരുന്നു? നദി പോലെ ഒഴുകി നിന്റെ ജീവിതത്തിലേക്ക് വരും. ഇന്ന് പകൽ വേളയിൽ ആര് സമാധാനം എന്ന് പറയണ്ട. നദി പോലെ ദൈവത്തിന്റെ കൽപ്പന ഞാൻ നിങ്ങൾ പ്രമാണിച്ചാൽ, ഹല്ലേലൂയ, സമാധാനം നദി പോലെ ഒഴുകി വരുവാൻ ഇടയായി തരും. സമാധാനം ഇന്ന് പകൽ വേളയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ ദൈവത്തിന്റെ മക്കളാകുന്ന ഞാൻ നിങ്ങൾ തയ്യാറായാൽ, നദി പോലെ സമാധാനം ഇന്ന് പകൽ വേളയിൽ ഇടതടവില്ലാതെ സമാധാനത്തിന്റെ ഒഴുക്ക് നിന്നിലേക്ക് പകർന്ന് നിന്നെ സഹായിപ്പാൻ തക്കവണ്ണം കഴിയുന്ന ഒരു ശക്തരായ ദൈവമാണ്. അതുകൊണ്ടാണ് പറയുന്നത് 119 സങ്കീർത്തനം വായിക്കേണ്ട 165 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് എന്തുണ്ട്? സാധാരണ സമാധാനമല്ല, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. അവർക്ക് വീഴ്ചയ്ക്ക് രണ്ടനുഗ്രഹം. പ്രിയമുള്ളവരെ, ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് എന്തൊക്കെയുണ്ട്? മഹാസമാധാനമുണ്ട്. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ഇന്ന് പകൽ വേളയിൽ ന്യായപ്രമാണത്തോട് പ്രിയമുണ്ടോ? വചനത്തോട് പ്രിയമുണ്ടോ? ഹല്ലേലൂയ, വചനത്തോട് പ്രിയമുണ്ടോ? ഈ വചനം വായിക്കാൻ താല്പര്യമുണ്ടോ? ഈ വചനം അനുസരിക്കാൻ താല്പര്യമുണ്ടോ? ഈ വചനത്തെ ഇഷ്ടപ്പെടാൻ താല്പര്യമുണ്ടോ? അതോ ഈ വചനം കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ചൊറിച്ചിൽ നമുക്കുണ്ടോ? ഹല്ലേലൂയ, വചനം കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, അത് നമ്മുടെ ജീവിതത്തിലെ സമാധാനക്കേടാണ്. ഈ വചനത്തെ, അതുകൊണ്ട് ആ ദൈവവചനത്തിൽ 1-ാമത്തെ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നത്, ദുഷ്ടന്മാർ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ഹല്ലേലൂയ ധ്യാനിച്ച് അതിൽ സന്തോഷിക്കുന്ന മനുഷ്യൻ. ഓ ഹല്ലേലൂയ, ഇന്ന് പകൽ വേളയിൽ ഹല്ലേലൂയ വചനം കേൾക്കുമ്പോൾ, അത് നമ്മുടെ അകത്തോട്ട് കയറുമ്പോൾ, ആ വചനത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, അത് മഹാസന്തോഷത്തോടെ ഞാൻ നിങ്ങളെ ഏറ്റെടുക്കാൻ, അതിനോട് പ്രിയമുള്ള അനുഭവത്തിൽ, അല്ലേ, പ്രിയമുള്ള അനുഭവത്തിൽ നമ്മളത് ഏറ്റെടുക്കാൻ തയ്യാറായാൽ, ഇവിടെ പറയാണ്, ചെറിയ സമാധാനമല്ല, മഹാസമാധാനം ഉണ്ട്. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. വീഴാനുള്ള അനുഭവങ്ങൾ വന്നാലും
ഇന്ന് പകൽ വേളയിൽ പിടിച്ചു നിർത്താൻ കഴിയുന്ന വചനത്തിൻ്റെ ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒത്തിരി ദുരുപദേശങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ സത്യവചനത്തെ, അതുകൊണ്ടാണ് പറയുന്നത് പൗലോസ് തീമോഥെയോസിനോട് പറയുന്നത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കുക. ഈ സത്യവചനത്തോട് നമുക്ക് എന്തുണ്ടായിരിക്കണം? പ്രിയമുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ആ വചനം അനുസരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സമാധാനം നദി പോലെ ഒഴുകി വരും. 2, വചനത്തോട് പ്രിയമുണ്ടെങ്കിൽ സമാധാനം നമ്മുടെ ജീവിതത്തിൽ, അത് വെറും സമാധാനമല്ല, മഹാസമാധാനം നമുക്ക് ലഭിക്കും. 3. അപ്പോൾ ഒന്നെന്താ പറഞ്ഞേ? ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. മറക്കല്ലേ, ഇല്ല, ഇത് ഇവിടെ തന്നെ വെച്ച് ഗ്രഹിച്ചുകൊണ്ട് പോകണം. സ്തോത്രം. ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. 2, വചനത്തോട്, ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, വചനത്തോട് പ്രിയമുള്ളവർക്ക് സമാധാനം നദി പോലെ ഒഴുകും, മഹാസമാധാനം ലഭിക്കും. 3, യെശയ്യാ പ്രവചനം 32:17-18. 32-ാമത്തെ അധ്യായം 17-18. 32:17-18. ഉറക്കെ വായിച്ച മോളെ, മൈക്കിൽ കൂടെ വായിച്ചത്, കാരണം ലൈവ് പോകുന്നതുകൊണ്ട് അത് കിട്ടത്തില്ല. മൈക്കാരുടെ നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും. ഓക്കെ, നീതിയുടെ പ്രവൃത്തി. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നീതിയെ കുറിച്ചാണ് പ്രസംഗിച്ചത് അല്ലേ? നീതിക്ക് വിശന്ന് ദാഹിക്കും. അപ്പോൾ ഇവിടെ പറയാം, നീതിയുടെ പ്രവൃത്തിയാണ് എന്തെന്ന് പറയുന്നത്? സമാധാനം എന്ന് പറഞ്ഞാൽ നീതി നമ്മൾ ചെയ്താൽ നമുക്ക് എന്ത് ലഭിക്കും? നീതി പ്രവർത്തിച്ചാൽ എൻ്റെ ജനം, അവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. 1, സമാധാനം. അടുത്ത വാക്യം എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈരമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും എന്ത് ചെയ്യും? പാർക്കും. അപ്പം സമാധാനം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ 3-ാമത്തെ കാര്യം, 1, ദൈവപ്രസാദം നമുക്കുണ്ടാകണം. 2, ദൈവത്തിൻ്റെ കൽപ്പനയോട്, വചനത്തോട് നമുക്ക് എന്തുണ്ടായിരിക്കണം? പ്രിയം ഉണ്ടാകണം. 3, നമ്മൾ എന്ത് ചെയ്യണം? നീതി ചെയ്യണം അല്ലേ? നീതി പ്രവർത്തിക്കണം. അനീതിയുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അതിൻ്റെ നടുവിൽ ഒരു ദൈവ പൈതൽ നീതി പ്രവർത്തിക്കണം അല്ലേ? നീതി പ്രവർത്തിക്കണം അല്ലേ? അതുകൊണ്ട് ഈ അല്പകാലം മാത്രമേ എന്നുള്ള ഒരു പാട്ടിനകത്ത് അതിനകത്ത് ഒരു വരിയുണ്ടല്ലോ, എന്താ? പാവനമാം പട്ടണത്തിൽ ആര് കടന്നീടും, പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ നീതിയായി നടന്ന്. അപ്പോൾ ആ പാട്ടൊക്കെ എത്ര അർത്ഥവത്തായ പാട്ട്. അപ്പോൾ പാവനമാം പട്ടണത്തിൽ ആര് കടന്നീടും, പാപമറ്റ ജീവിതം നയിച്ചവര് നീതിയായി നടന്ന് നേർ പറഞ്ഞു മഞ്ഞിൽ പാതിവിത്രമുള്ള മണവാട്ടി മാത്രമേ എന്നുള്ള ആ പാട്ടൊക്കെ എത്ര അർത്ഥവത്താണെന്നറിയാമോ പ്രിയമുള്ളവരെ? നീതിയോടെ നമ്മൾ നടന്ന, നീതി പ്രവർത്തിച്ചാൽ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ആ ഭാഗം പറഞ്ഞുകൊണ്ട് അധികം വിവരിക്കാതെ ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെയെങ്കിൽ 3 കാര്യം, എൻ്റെ ജന സമാധാന നിവാസത്തിൽ, നിർഭയ സമാധാന നിവാസം, നിർഭയ വസതി, സ്വൈരമുള്ള വിശ്രാമ സ്ഥലം. സ്തോത്രം. ഇത് 3 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനുഭവിക്കാൻ കഴിയും. സ്തോത്രം. അപ്പോൾ നീതി പ്രവർത്തിക്കുക. 4-ാമത്തെ കാര്യം, റോമാലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. റോമാലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. ഓക്കെ. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. അടുത്തത്, നന്മ പ്രവർത്തിക്കുന്ന ഏവനും. തിന്മ പ്രവർത്തിക്കുന്നവർക്ക് കഷ്ടവും
സങ്കടവും ആദ്യ യഹൂദനും പിന്നെ യവനും വരും. അത് കഴിഞ്ഞിട്ട് പറയാണ്, നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനും എന്ത് ചെയ്യും? ലഭിക്കും. നോക്കെ, അവിടെ പറയാണ് നന്മ പ്രവർത്തിച്ചാൽ പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. മഹത്വമുണ്ട്, മാനമുണ്ട്, പിന്നെ സമാധാനം ഉണ്ട്. അപ്പോൾ നമ്മൾ നന്മ പ്രവർത്തിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? ഒന്ന്, ദൈവപ്രസാദം ഉണ്ടാകണം. രണ്ട്, ദൈവ വചനത്തോട് നമുക്ക് പ്രിയം ഉണ്ടാകണം. മൂന്ന്, നീതി പ്രവർത്തിക്കണം. ഇവിടെ പറയാണ് നന്മ പ്രവർത്തിച്ചാൽ നമുക്ക് മഹത്വവും മാനവും സമാധാനവും, അതാദ്യം യഹൂദനും പിന്നെ യവനനും അത് എന്ത് ചെയ്യും? ലഭിക്കും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തികൾ ദുഷ്ടതയുള്ളതാണെങ്കിൽ അത് സമാധാനത്തെ എടുത്തു കളയുന്നതാണ്. എന്നാൽ നമ്മുടെ പ്രവർത്തികൾ നന്മ പ്രവർത്തികളാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ എന്തു കൊണ്ടുവരും? സമാധാനം കൊണ്ടുവരും. സ്തോത്രം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഈ യെശയ്യാ പ്രവചനത്തിലെ 2 വാക്യങ്ങൾ ഒന്ന് വേണമെങ്കിൽ ഒന്ന് വായിച്ചോ. യെശയ്യാ പ്രവചനം 48-22 വാക്യത്തിലും 57-21 വാക്യത്തിൽ ഒരേ കാര്യം പറയുകയാണ്. 48 അധ്യായം 22 വാക്യം, എന്നാൽ ദുഷ്ടന്മാർക്ക് എന്തില്ല? സമാധാനമില്ല എന്ന് ആരാ പറയുന്നത്? യഹോവ അരുളിച്ചേ. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. എന്തുകൊണ്ടാണ് സമാധാനമില്ലാത്ത? ദുഷ്ടന്മാരെന്താ പ്രവർത്തിക്കുന്നത്? ദുഷ്ടതയെ പ്രവർത്തിക്കുന്നത് അല്ലേ? ദുഷ്ടന്മാരെന്താ പ്രവർത്തിക്കുന്നത്? ദുഷ്ടത. അവരൊരിക്കലും നന്മ പ്രവർത്തിക്കത്തില്ല, അവർ ദുഷ്ടതയാ പ്രവർത്തിക്കുക. അവർക്ക് എന്തില്ല? സമാധാനം ഇല്ല. അതിന്റെ 57-21 വാക്യം, 57-21, ദുഷ്ടന്മാർക്ക് സമാധാനം ഇല്ല എന്ന് ദൈവം എന്ത് ചെയ്യുന്നു? അരുളി ചെയ്യുന്നു അല്ലെ? അതിന്റെ തൊട്ട് മുകളിലെ വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ നമുക്ക് ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെ ആകുന്നു, അതിന് അടങ്ങിയിരിക്കാൻ കഴിയില്ല, അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. അടുത്ത വാക്യത്തിലെ പറയും, ദുഷ്ടന്മാർക്ക് എന്തില്ല? സമാധാനമില്ല എന്ന് എന്റെ ദൈവം എന്ത് ചെയ്യുന്നു? അരുളി ചെയ്യുന്നു. സ്തോത്രം. 59-8 വാക്യം, 59-8, യെശയ്യാവ് 59-8 വാക്യം, ദുഷ്ടത പ്രവർത്തിക്കുന്നവർ സമാധാനത്തിന്റെ വഴി അവരെന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. അപ്പൊ ദുഷ്ടത പ്രവർത്തിക്കുന്നവർ സമാധാനത്തിന്റെ വഴി എന്ത് ചെയ്യുന്നില്ല? അറിയുന്നതേ ഇല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തികൾ നന്മയുള്ള പ്രവർത്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും എന്തു വരും? സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ട് കർത്താവ് ഈ ശിഷ്യന്മാരെ ഈരണ്ടായിട്ട് അയക്കുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ. ഈരണ്ടായിട്ട് പൊക്കണമെന്ന് എടുക്കരുത് എല്ലാം പറഞ്ഞിട്ടൊക്കെ അവരെ അയക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ ചെന്നാൽ അവിടെ എന്ത് ചെയ്യണം? അവർ നിങ്ങളെ കൈക്കൊള്ളുന്നവരാണെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? പാർക്കണം. സ്തോത്രം. അവിടെ ആ വീട്ടിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ആ വീട്ടിൽ നിങ്ങൾ എന്ത് പറയണം? സമാധാനമെന്ന് എന്ത് ചെയ്യണം? പറയണം. ആ വീട്ടിൽ സമാധാനം, അതിന് യോഗ്യതയുണ്ടെങ്കിൽ ആ സമാധാനം ആരുടെ? പലയിടത്തും പല ഭാഗത്തായിട്ട് പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് ആ വീടിന് സമാധാനത്തിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ ആ വീട്ടിൽ എന്ത് വരും? സമാധാനം വരും. മറ്റൊരിടത്ത് പറയുന്നു, ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ അവനിൽ എന്ത് വരും? സമാധാനം വരും അല്ലേ? എന്നാൽ ആ വീട്ടിൽ സമാധാനത്തിനുള്ള യോഗ്യതയില്ലെങ്കിൽ ആ നിങ്ങൾ പറയുന്ന സമാധാനം വേണമെങ്കിൽ വായിച്ചോ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 12-13 വാക്യങ്ങൾ, 10-12-13 വാക്യങ്ങൾ. സ്തോത്രം. സമാധാനത്തിന് ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറവീൻ. വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ എന്ത് ചെയ്യട്ടെ? വരട്ടെ. യോഗ്യതയില്ല എന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് എന്ത് ചെയ്യും? മടങ്ങിപ്പോരട്ടെ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. എവിടെന്നാ ഈ യോഗ്യത ഉണ്ടാകുന്നത്? സമാധാനം വരാനുള്ള യോഗ്യത ഉണ്ടാകുന്നത് എങ്ങനെയാ? നന്മ പ്രവർത്തിച്ചാൽ, ദൈവപ്രസാദം ഉണ്ടായാൽ. ഇന്ന് പകൽവേളയിൽ പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിലേക്ക് സമാധാനം വരാനുള്ള യോഗ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ചേമ്പലയിൽ വെള്ളം ഒഴിച്ച് തന്നെ ഉണ്ട് അല്ലേ? ചേമ്പലയിൽ വെള്ളം ഒഴിച്ചാൽ അതിനകത്ത് അങ്ങോട്ട് നിൽക്കുമോ?
ഈ ചിലരുടെ തലയിൽ എണ്ണ പിടിക്കത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ വിട്ട് അല്ലേ, ചിലരുടെ തലയിൽ എണ്ണ പിടിക്കത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ വിട്ട് സ്തോത്രം, ഈ സമാധാനം എന്ത് ചെയ്യത്തില്ല, ചിലരുടെ തലയിൽ നിൽക്കത്തില്ല. അപ്പോൾ യോഗ്യത ഉണ്ടെങ്കിൽ ചേമ്പലയിൽ വീണ് തെറിച്ചു പോകുന്നത് പോലെ നമ്മുടെ സമാധാനം ആകരുത് പ്രിയമുള്ളവരെ. സമാധാനം നമ്മുടെ തലയിൽ നിൽക്കാൻ, നമ്മുടെ ജീവിതത്തിൽ നിൽക്കാൻ അതിനുള്ള യോഗ്യത ഉണ്ടാകണം. ആ യോഗ്യത വെറുതെ ലഭിക്കുകയല്ല, പ്രത്യുത ആ യോഗ്യത ലഭിക്കാനുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ വീടിന് യോഗ്യത ഉണ്ടെങ്കിൽ ആ സമാധാനം അവരുടെ മേൽ നിൽക്കും, അല്ലെങ്കിൽ അത് നിങ്ങളുടെ കൂടെ തന്നെ എന്ത് ചെയ്യും, മടങ്ങിപ്പോരും. അതുകൊണ്ട് ആ ദൈവ സമാധാനം നൽകാൻ ശക്തിയുള്ള ദൈവമാണെന്നേ, ദൈവ സമാധാനം നൽകുന്ന ദൈവമാണ്. പക്ഷെ അത് പ്രാപിക്കാനുള്ള ഒരു യോഗ്യത ആർക്കുണ്ടാകണം? എനിക്കും ആർക്കും ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. സന്തോഷമുണ്ടോ? സമാധാനം ഉണ്ടാകാനുള്ള വഴി അത്ര പാടുപെട്ടാണ് ഞാനീ പറയുന്നത് അല്ലേ. അപ്പോൾ യോഗ്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിൽ എന്ന് പറഞ്ഞാൽ നന്മ പ്രവർത്തിക്കണം. നന്മ പ്രവർത്തി, നമ്മുടെ പ്രവൃത്തി ആണ് സമാധാനം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണമോ വേണ്ടായോ എന്ന് എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. സ്തോത്രം. റോമാലേഖനത്തിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. റോമാലേഖനം 8-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ. റോമാലേഖനം 8-ന്റെ 5-6 വാക്യങ്ങൾ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത, എല്ലാവരും ശ്രദ്ധിക്കണേ, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഒന്നുകൂടെ അതിന്റെ 5-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച മോളെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് എന്ത് ചെയ്യുന്നു, ചിന്തിക്കുന്നു. എന്നിട്ട് പറയാണ് ജഡത്തിന്റെ ചിന്ത എന്തു കൊണ്ടുവരും, മരണം കൊണ്ടുവരും. എന്നിട്ട് പറയുന്നത് ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. ജഡത്തിന്റെ ചിന്ത മരണം കൊണ്ടുവരുമ്പോൾ ആത്മാവിൻ്റെ ചിന്ത എന്തുകൊണ്ടുവരുന്നത്, ജീവനും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമാധാനം, നമുക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലത്തിനൊരു പ്രാധാന്യമുണ്ട്. എല്ലാവരും പ്രാർത്ഥനയോടെ. നമ്മുടെ ചിന്താമണ്ഡലത്തിന് നമ്മുടെ സമാധാനവുമായിട്ട് എന്തുണ്ട്, ബന്ധമുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണേ. ഈ ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത്, നമ്മളെല്ലാവരും യേശു 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടതുപോലെ നമ്മൾ ഈ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ട് കിടക്കുകയാണ് നമ്മളെല്ലാവരും. എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ചിന്തകളുണ്ട്. 2 കള്ളന്മാർ, യേശു ഈ 2 കള്ളന്മാരുടെ നടുക്ക് ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നത് പോലെ നമുക്ക് ഒരു കഴിഞ്ഞകാല അനുഭവത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരു ഭാഗത്ത് ഭാവിയെക്കുറിച്ചുള്ള ചിന്ത, മറ്റൊരു ഭാഗത്ത് ഇടതുഭാഗത്ത് സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ ചെയ്യാൻ പറ്റാത്ത കാര്യത്തെക്കുറിച്ചും ഇന്നലെ ചെയ്ത തെറ്റിനെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ സമയങ്ങൾ നഷ്ടപ്പെടുത്തിയത്, പഠിക്കേണ്ടുന്ന സമയത്ത് പഠിക്കാത്തതിൻ്റെ അല്ലേ, നമ്മുടെ അപ്പനമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല, അന്ന് പഠിക്കാൻ അവസരം എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് പഠിക്കാൻ പറ്റും. ചിലർക്ക് പഠിക്കാൻ അവസരം കിട്ടിയിട്ടും പിന്നീട് എന്ത് ചെയ്തില്ല, പഠിച്ചില്ല, അന്ന് ഉഴപ്പി നടന്നു. അന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി ഉണ്ടാകത്തില്ല. ഇങ്ങനെയുള്ള ചിന്തകൾ ഒരു ഭാഗത്തുള്ളപ്പോൾ മറുഭാഗത്ത് ഭാവിയെക്കുറിച്ചുള്ള വലിയ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിൽ നമ്മൾ പലപ്പോഴും ക്രൂശിക്കപ്പെട്ടെന്ത് കിടക്കുകയാണ് അല്ലേ. ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിൽ ക്രൂശിക്കപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഈ ചിന്താമണ്ഡലങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനത്തെ സ്വാധീനിക്കും. അത് ഞാൻ ഓർപ്പിക്കാം. അതോട് ചേർത്ത് ഒരു ഭാഗം കൂടെ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം
10-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 10-ന്റെ 3-ാമത്തെ വാക്യം. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം എന്ത് ചെയ്യുന്നില്ല? പോരാടുന്നില്ല. ശ്രദ്ധിക്കുക, എല്ലാവരും ആ വാക്യം ശ്രദ്ധിക്കുക. ഞങ്ങൾ ജഡത്തിലാണ് സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം എന്ത് ചെയ്യുന്നില്ല? ഞങ്ങൾ പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ, എന്നിട്ട് അടുത്തത് പൗലോസ് പറയാ, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അപ്പോൾ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല എന്ന് പറഞ്ഞാൽ അമ്പും വില്ലും തോക്കും പരിചയവും ആറ്റം ബോംബൊന്നുമല്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ എന്തുള്ളതാ? ശക്തിയുള്ളവ തന്നെ. എന്നിട്ട് അടുത്ത പറയുന്നത്, അവയാൽ ഞങ്ങൾ സങ്കൽപ്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും എന്ത് ചെയ്യുന്നു? ഇടിച്ചു കളഞ്ഞ്. നമുക്ക് പലപ്പോഴും ആഗ്രഹം എരികോവിന്റെ കോട്ട ഇടിക്കാനാ, അല്ലേ? നമ്മുടെ നന്മയെ തടയുന്ന എരികോവിന്റെ കോട്ട ഒരു ഭാഗത്ത് നിൽക്കുന്നു. നമുക്ക് എന്ത് ചെയ്യുക? ആർപ്പിട്ട് അതിനെ തകർക്കാമെന്ന് പറയുമ്പോൾ വലിയ ഹല്ലേലൂയ സ്തോത്രമൊക്കെ ഉണ്ടാകും, അല്ലേ? നമ്മുടെ നന്മയെ തടയുന്ന എരികോവിന്റെ കോട്ട നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അത് നമുക്ക് അനാക്യമല്ലന്മാർ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അവരുടെ വലിയ കോട്ടകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. യോർദാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഇതിനെയൊക്കെ തകർക്കാനാണ് നമുക്ക് താല്പര്യം. പക്ഷേ ഇന്ന് പകൽവേളയിൽ ദൈവമക്കൾ വചനത്തിലേക്ക് മടങ്ങി വരണം. അതിനെയൊക്കെ തകർത്തോ. പക്ഷേ അതിനേക്കാൾ പ്രധാനം നമ്മുടെ അകത്ത് കുടികൊണ്ടിരിക്കുന്ന ഒത്തിരി സങ്കല്പങ്ങളുണ്ട്. സ്തോത്രം. ഇന്ന് പകൽവേളയിൽ നിനക്ക് പോരിന്റെ ആയുധമായ ആത്മശക്തി തന്നത് കേവല 2 അന്യഭാഷ പറഞ്ഞ് തീർക്കാനല്ല, നിന്റെ അകത്ത് പൊങ്ങി വരുന്നതായ സങ്കല്പങ്ങളുടെ കോട്ടകളെ ഇടിക്കാൻ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെയൊക്കെ ചിന്ത 2 അന്യഭാഷ പറഞ്ഞ് ഇച്ചിരി ബഹളമൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം തികഞ്ഞു, ഞാൻ ആത്മീയനാണ് എന്നുള്ള ചിന്ത എന്ന പകൽവേളയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ചിന്ത മാറ്റിവെച്ചിട്ട് നിന്റെ അകത്ത് ദൈവ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഏതെല്ലാം സങ്കല്പങ്ങളുണ്ടോ അതിനെല്ലാം ആത്മാവിന്റെ ശക്തിയാൽ ഇടിച്ചു കളയാൻ. അത് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അശുദ്ധമായ ചിന്തകൾ വരുമ്പോൾ എന്ന പകൽവേളയിൽ ആ കോട്ടയെ ഇടിക്കാൻ ആത്മാവിന്റെ ശക്തിയാൽ എത്ര ദൈവത്തിന്റെ മക്കൾ തയ്യാറാകും? ഹല്ലേലൂയ. ജഡത്തിന്റെ ചിന്തകൾ വരുമ്പോൾ ആ കോട്ടയെ ഇടിക്കാനുള്ളതാണ് ദൈവത്തിന് എന്നിലും നിങ്ങളിലും പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ജീവിതത്തിൽ ദൈവത്തിന് കർത്താവിന് വിരുദ്ധമായ നിലയിൽ എന്തെല്ലാം കാര്യങ്ങൾ മനക്കോട്ടകളൊക്കെ കെട്ടി നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാറില്ലേ എന്ന പകൽവേള അങ്ങനെയുള്ള മനക്കോട്ടകളൊക്കെ ഇടിച്ചു താഴ്ത്തുന്നതാണ് ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അകത്ത് തന്നെ പ്രിയമുള്ളവരെ നമ്മുടെ സമാധാനത്തെ കെടുത്തുന്ന ഒത്തിരി കോട്ടകളുള്ളത് ആ അകത്തുനിന്ന് ഉയർന്നു വരുന്ന എല്ലാ ചിന്തകളെയും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ഇടിച്ചു നിരത്താൻ ഇന്ന് പകൽവേളയിൽ എത്ര ദൈവത്തിന്റെ മക്കൾ തയ്യാറാകും? അങ്ങനെയുള്ളവർക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മനക്കോട്ടകൾ ഇടിയണം, സങ്കല്പങ്ങൾ ഇടിയണം, ജഡത്തിന്റെ ചിന്തകൾ ഇടിച്ചു നിരപ്പാക്കണം. ഹല്ലേലൂയ. അതിനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിലും നിങ്ങളെ പകർന്നിരിക്കുന്നത്. അല്ലാതെ 2 അന്യഭാഷ പറഞ്ഞ് തീർക്കാൻ വേണ്ടി മാത്രമല്ല. ഏത് വിചാരത്തെയും വികാരത്തെയും ആത്മശക്തിയാൽ പിടിച്ചടക്കണം. ഇംഗ്ലീഷിലൊക്കെ ആ ഭാഗം ഉപയോഗിച്ചിരിക്കുന്നത് അതിനെ കാപ്റ്റീവ് ചെയ്യണമെന്നാ, അല്ലേ? അടിമയാക്കണമെന്നാ, അല്ലേ? അതിനെ നമ്മൾ എന്ത് ചെയ്യണമെന്നാ? അടിമയാക്കണം. ഇംഗ്ലീഷിൽ ഏതെങ്കിലും വേർഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കാപ്റ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അടിമത്വത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അത് നിന്നെ ഭരിക്കാൻ നീ അനുവദിക്കരുത്, നീ അതിനെ അടിമയാക്കി കൊള്ളണം. അതിനാ ആത്മശക്തി എന്നിലും നിങ്ങളിലും പകർന്നിരിക്കുന്നത്. ഇന്ന് പകൽവേളയിൽ സകല സങ്കല്പങ്ങളും ഇടിച്ചു നിരത്താനുള്ളതാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവത്തിന്റെ മക്കൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ സമാധാനത്തെ കെടുത്തിക്കളയും. അതുകൊണ്ട് ജഡത്തിന്റെ
ചിന്തകൾ ഉയർന്നു വരുമ്പോൾ, മനക്കോട്ടകൾ ഉയർന്നു വരുമ്പോൾ, ആകാത്ത ചിന്തകൾ ഉയർന്നു വരുമ്പോൾ, ഹല്ലേലൂയ, പൈശാചികൻ നിന്റെ മനസ്സിൽ കൊണ്ടുവരുന്ന ചിന്തകൾ ഉയർന്നു വരുമ്പോൾ, ആത്മാവിന്റെ ശക്തിയാൽ അവയെ കീഴ്പ്പെടുത്താൻ അവയുടെ മേൽ ജയം കൊണ്ടാടാനാണ്. അല്ലാതെ യെരിഹോവിന്റെ കോട്ടയെ തകർക്കാൻ വേണ്ടി മാത്രമല്ല ഇന്ന് പകൽവേള ഇതാ നമ്മുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും തടസ്സമായി നിൽക്കുന്നത് എന്ന് പകൽവേളയെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മക്കൾ പോരാടാൻ തയ്യാറാകട്ടെ. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കാനുള്ളവര് പ്രിയമുള്ളവരെ, സ്തോത്രം. ഈ ആകാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് പൗലോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഫിലിപ്പി ലേഖനത്തിൽ പറയുന്ന 4-ാമത്തെ അധ്യായം, ഒടുവിൽ സഹോദരന്മാരെ, നിങ്ങൾ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതും സൽകീർത്തിയായതും സൽഗുണമായതും പുകഴ്, ഇതൊക്കെ വിവരിക്കാൻ എൻ്റെ ജ്ഞാനം പോരാ. അല്ലേ? ഒരായുസ് മുഴുവനും ചിന്തിച്ചാലും തീരാത്ത കാര്യങ്ങളാണ് സത്യമായത്, ഘനമായത്. അപ്പോൾ അതുകൊണ്ട് ചിന്തിക്കാൻ വിഷയമൊന്നുമില്ലെങ്കിൽ ഞാൻ ചിന്തിക്കാൻ വിഷയം തരാം. എല്ലാവരും ചിന്തിച്ചോ. സത്യമായത് ചിന്തിക്കണം, ഘനമായത് ചിന്തിക്കണം, നീതിയായത് ചിന്തിക്കണം, നിർമ്മലമായത് ചിന്തിക്കണം, രമ്യമായത് ചിന്തിക്കണം, സൽകീർത്തിയായത് ചിന്തിക്കണം, സൽഗുണമായത്, പുകഴ്ചയായത്. ഇത്രയും ചിന്തിച്ചാൽ എന്തു വരും? സമാധാനം വരുമെന്ന്. അതുകൊണ്ട് ചിന്തിക്കാൻ വിഷയമൊന്നുമില്ലെങ്കിലും വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചിന്തിച്ച് ചുമ്മാതെ മനസ്സ് പുണ്ണാക്കാതെ ഇന്ന് പകൽ വേളയിൽ ഇത് ഒരായുസ് മുഴുവനും ചിന്തിക്കാനുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ചിന്തിച്ചാലും തീരാത്ത കാര്യം. അതുകൊണ്ട് ഇന്ന് മുതൽ ചിന്തിക്കാൻ വിഷയമില്ലെങ്കിൽ ചിന്തിച്ചോ. സ്തോത്രം. ഇതെല്ലാം ഇരുന്ന് ധ്യാനിച്ച് ചിന്തിക്കണം. ഇത്രയും ചിന്തിച്ചാൽ നമുക്കെന്ത് വരും? സമാധാനം. എന്നിട്ട് 4-ാമത്തെ അധ്യായത്തിൽ 6-7 വാക്യം, ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. നമ്മളൊക്കെ വിചാരപ്പെടുന്നവരാ പ്രിയമുള്ളവരെ. പൗലോസിന് അതെല്ലാം അറിയാം. ഒന്നിനെ കുറിച്ചും വിചാരം, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക, അത്രേ വേണ്ടത്. എന്നിട്ട് അടുത്ത് പറയാം, അത് കഴിഞ്ഞിട്ട് എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ എന്ത് ചെയ്യും? ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? നമ്മളൊക്കെ പലതിനെ കുറിച്ച് വിചാരപ്പെടുന്നവരാ. പക്ഷേ ദൈവത്തിൻ്റെ വചനം വളരെ അസന്നിഗ്ധമായി ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയാൽ യാചനയാൽ ദൈവം എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് പ്രിയമുള്ളവരെ. ഇതുപോലെ എത്ര പേർക്ക് ദൈവത്തെ, എൻ്റെ വിഷയങ്ങളെല്ലാം ദൈവം അറിയുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ദൈവം അറിയുന്നു. നിങ്ങളുടെ ഭാവി ദൈവം അറിയുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നു. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വറി ചെയ്യുന്നവരാ, ചിന്തിക്കുന്നവരാ, ഹാലിൽ ഭാരപ്പെടുന്നവരാ, നാളെ എന്തായിത്തീരുമെന്ന് വ്യാകുലപ്പെടുന്നവരാ. എന്നാൽ ദൈവവചനം പറയും, ഒന്നിനെക്കുറിച്ചും, എല്ലാവരും ആ വാക്യം ഒന്ന് പറഞ്ഞേ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയോടെ യാചനയോടെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുക, അത്രേ ചെയ്യേണ്ടുന്നത്. എല്ലാം നടത്തി തരാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. എല്ലാം നന്നായി ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവമാണ്. നമ്മൾ വിചാരപ്പെട്ടാൽ അല്ലെങ്കിൽ അല്പം നീട്ടാനോ കുറയ്ക്കാനോ ഒന്നും നമുക്ക് കഴിയത്തില്ല. ഒരു മുടി കറുപ്പിക്കാനോ ഒരു മുടി വെളുപ്പിക്കാനോ ഒന്നും നമുക്ക് കഴിയത്തില്ല. ഇന്ന് പകൽ വേളയിൽ എല്ലാം കഴിയുന്നത് ശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. അതുകൊണ്ട് ഹല്ലേലൂയ, സകല ബുദ്ധിയും കവിയുന്ന ദൈവീയ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കുമാറാകട്ടെ. ശിയാവ് 26-3 വാക്യത്തിൽ ഇങ്ങനെ, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കിയാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ. നമ്മുടെ എല്ലാ ആശ്രയം ആരിൽ വെക്കാം? നമ്മുടെ കർത്താവിൽ വെക്കാം. ഇന്ന് പകൽ വേളയിൽ ആശ്രയം കർത്താവിൽ വെച്ചാൽ പൂർണ്ണ സമാധാനത്തിൽ കാക്കാൻ ആര് ശക്തിയുള്ള ദൈവമാണ്? നമ്മുടെ കർത്താവ് ശക്തിയുള്ള ദൈവമാണ്. കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം. എല്ലാവരും ദൈവത്തോടെ പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ വലിയ ഇളക്കപ്പരുപ്പൊന്നുമില്ലായിരുന്നെങ്കിലും എനിക്കറിയാം ഇത് നിങ്ങളുടെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നൽകാൻ കർത്താവ് വിശ്വസ്തനാണ്. ഇന്ന് പകൽവേളയിൽ ദൈവപ്രസാദം പ്രാപിച്ച് ദൈവസമാധാനം നിലനിർത്താൻ ഇടയാകട്ടെ.
വചനം പ്രമാണിച്ച് ദൈവസമാധാനം നിലനിർത്താൻ ഇടയാകട്ടെ. നീതി പ്രവർത്തിച്ച് ദൈവസമാധാനം നിലനിർത്താൻ ഇടയാകട്ടെ. നന്മയായത് പ്രവർത്തിച്ച് ദൈവസമാധാനം നിലനിർത്താൻ ഇടയാകട്ടെ. അരുതാത്ത ചിന്തകൾ മാറ്റി നല്ല കാര്യങ്ങൾ ചിന്തിച്ച് ദൈവസമാധാനം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ ഇടയാകട്ടെ. ഈ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ എന്നും വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വചനത്തെ ധ്യാനിച്ചു